ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കൗണ്ട് സെയിലിൽ പാർട്ടി വെയർ സാരീസ് ആണ് കാണുന്നത്. സെമി ടെസർ സിൽക്ക് സാരീസ് വിത്ത് ബ്ലൗസ് പീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സാരീസ്. നമ്മൾ 4 കളർ ഷീറ്റ്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ്. ഹാൻഡ് പെയിൻറ്റിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറിയും ഉണ്ട്. അത് കുറച്ച് ഗോഡി ലുക്ക് ഫീൽ ചെയ്യുന്ന ബീഡ് വർക്ക്, കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള വർക്കും ഉണ്ട്. അതല്ല, സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി, ഫാബ്രിക്, ഫ്രീ ഹാൻഡ് ഫാബ്രിക് പെയിൻറ്റിങ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 4 സാരീസാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് ബ്ലൗസ് പീസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോരോ സാരീസും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ സാരിയാണ്, അല്ലെങ്കിൽ മെഹന്തി ഗ്രീൻ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് വൈറ്റ് ആൻഡ് മസ്റ്റാർഡ് യെല്ലോ ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിംഗ് ആണ്, ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്, ഹാൻഡ് പെയിൻറ്റിംഗ് ആണ് ഇത് കാണുന്നത്. ഇതിൻ്റെ അകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഇത് മെഹന്തി ഗ്രീൻ സെമി ടെസർ സിൽക്ക് സാരിയുടെ ഉള്ളിൽ നമ്മൾ വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ പെറ്റൽസിൻ്റെ ഉള്ളിലത്തെ പോർഷൻ മസ്റ്റാർഡ് യെല്ലോ കളറും പുറത്തോട്ട് വൈറ്റ് കളറും, പെറ്റൽസിൻ്റെ ഔട്ടർ പോർഷൻ വൈറ്റ് കളറും നടുക്ക് ബ്രൗണും ആയിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ലീവ്സ് എല്ലാം ഒലീവ് ഗ്രീനും ഇടയ്ക്കിടയ്ക്ക് പൊട്ടായിട്ട് വൈറ്റ് ഡോട്ട്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട്. ഈ ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഈ സാരി ഉടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഈ മസ്റ്റാർഡ് യെല്ലോ കളർ സിൽക്ക് ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സാരി വിത്ത് ബ്ലൗസ് പീസ് അല്ല, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടാലായിരിക്കും കുറച്ചും കൂടെ പ്രൊജക്ഷൻ കിട്ടുക ഈ സാരിക്ക്. അപ്പോൾ ഇതുപോലെയാണ് മുന്താണിയിൽ ഒരു കോർണറിൽ ഇതുപോലെ ചെരിഞ്ഞൊരു ഡിസൈൻ, പിന്നെ ഒരു 2 സിംഗിൾ ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ് പാറ്റേൺ വരുന്നത്. ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ ഡിസൈൻ വരുന്നത്. ഒരു വലിയ ഡിസൈൻ, പിന്നെ 3 കുഞ്ഞ് സിംഗിൾ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുന്നു. കയറി ഇറങ്ങിയൊക്കെ ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ, ഒരു അത്യാവശ്യം വലിയ ഡിസൈൻ തന്നെയാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റിൽ വരുമ്പോൾ അതിൻ്റെ ആ ഷെയ്ഡിങ് ഒക്കെ കണ്ടാൽ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയിൽ തന്നെ അതിൻ്റെ ഷെയ്ഡിങ് ചെയ്തിട്ടുണ്ട്. വൈറ്റിൽ ബ്രൗണും മസ്റ്റാർഡ് എല്ലാം കൂടെ വരുന്ന കൂടിക്കലർന്ന് വരുന്ന ഷെയ്ഡിങ് ആണ് നമ്മൾ പെറ്റൽസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ ഫ്ലവറും പിന്നെ 3 സിംഗിൾ ഫ്ലവേഴ്സുമാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇനി ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലത്തെ 4 ഫ്ലവേഴ്സാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു വലിയ ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ഇങ്ങനത്തെ സിംഗിൾ അല്ല 3 ഫ്ലവർ ഡിസൈൻസ് പ്ലീറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1899 റുപ്പീസാണ് ഇതിൻ്റെ. അടുത്തത് ഒരു മജന്ത കലർന്ന മോഫ് ഷെയ്ഡാണ്. ഇതും സെമി ടെസറാണ് സാരി. ഇത് വിത്ത് ബ്ലൗസ് പീസ്. ആദ്യം കണ്ടതിന് ബ്ലൗസ് പീസ് ഇല്ല, ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിൻ്റെ മുന്താണിയുടെ സൈഡും ഇതുവരെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ അടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കെട്ടിയേക്കുന്ന സെമി ടെസർ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈനുണ്ട്. ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ടൊക്കെ ആയിട്ട് വീറ്റിഷ് ക്രീം കളറായിട്ട് വീറ്റ് കളർ വെച്ച് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ലേസി ഡേസി, നടുക്ക് ഫ്രഞ്ച് നോട്ട് മെറൂൺ ഷെയ്ഡ് ഇട്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു സൈഡിലുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇങ്ങനെയാണ് വരുന്നത്. ഒരു വലിയ ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞിത്, പിന്നെ വലുത്, കുഞ്ഞിത്, വലുത്, അങ്ങനെ 3 വലിയ ഡിസൈനും 2 കുഞ്ഞ് ഡിസൈനുമാണ് ഷോൾഡർ പ്ലീറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഹെവി വർക്ക് എന്നല്ല പറയുന്നത്, ഇത് വളരെ സെറ്റിലായിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ലേസി ഡേസിയാണ്. ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഈ സാരിയുടെ കളർ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് വരുന്നില്ല. ഇപ്പോൾ കാണുന്ന കളറ് എക്സാക്റ്റ് കളറാണ്. അത് മോഫ് ഷെയ്ഡിൽ മജന്ത കളറും കൂടെ കലർന്ന മോഫ് ഷെയ്ഡാണ്, അല്ലെങ്കിൽ ഡാർക്കർ ഷെയ്ഡ് മോഫ് അങ്ങനെയും പറയാം.
ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ ഇതോർത്ത് തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണെന്ന് പറഞ്ഞു. ബ്ലൗസിൻ്റെ സ്ലീവിൽ 2 കുഞ്ഞ് ഡിസൈൻ തയ്ച്ചിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. 3 ഫ്ലവറും ലീവ്സും ആയിട്ടുള്ള പാറ്റേൺ ആണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ നമ്മൾ തയ്ച്ചത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 3199 ആണ്. അടുത്ത സാരി ഒരു പീച്ചിഷ് പിങ്ക് ആയിട്ടുള്ള ഒരു സാരിയാണ്. നല്ലൊരു പീച്ചും പിങ്കും കൂടെ ചേർന്ന ഒരു കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ റോയൽ ബ്ലൂ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇലയുടെ ഒരു പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതും സെമി ടസർ സാരിയാണ്. അതിൻ്റെ മുന്താണി കെട്ടിയിരിക്കുന്നതാണ്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. മുന്താണിയിൽ 3 ലെയറാണ് നമ്മൾ ഇതുപോലെ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ലീവ്സ് അങ്ങോട്ടേക്ക് തയ്ച്ചിരിക്കുന്നത്. ചെസ്റ്റിൻ്റെ പൊസിഷനിലോട്ട് വരുമ്പോൾ ലീഫിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 4 നിരയായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് സാരി അഴിച്ചിടാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ സാരിയിലും ബോഡി പോർഷൻ ഫുള്ളും ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ക്ലോസപ്പ് പിക്ചർ വരുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ സ്റ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഇതുപോലെയാണ്. ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ച് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത് ഫുൾ സാരി എന്ന് പറഞ്ഞാൽ പ്ലീറ്റ്സിലില്ല. ബോട്ടം പ്ലീറ്റ്സിന് മുമ്പ് വരെ ഈ ഒരു രീതിയിലാണ് 4 നിരയായിട്ട് ഇതുപോലെ ഡിസൈനിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഡിസൈൻ വന്നില്ല. ബോട്ടം പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ ഈ ഡിസൈനിങ് ഉണ്ട് ഫുൾ ബോഡി പോർഷനിൽ. പിന്നെ ബ്ലൗസിൻ്റെ സ്ലീവിലാണ് ഡിസൈൻ. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് 3549 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ സാരി, സെമി ടസർ സിൽക്ക് സാരി. അതിൻ്റെ അകത്ത് ഇതും ഒരു പാർട്ടി വെയർ സാരി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ത്രെഡും ട്യൂബ് വർക്ക്സും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ പെറ്റിലും ഇങ്ങനെ നമ്മൾ സ്കാറ്റർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഓരോ പെറ്റിലും നമ്മൾ മെറൂൺ കളർ ത്രെഡ് വെച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നമ്മൾ ട്യൂബ് വർക്കാണ്, ഗോൾഡൻ കളർ ട്യൂബ്സാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നടുക്ക് ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ പെറ്റൽസ് സ്കാറ്റർ ചെയ്ത് ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട്. മറു സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ സ്കാറ്റർ ചെയ്ത് മുന്താണിയുടെ മറു സൈഡിലും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോർണറിലും ഇതുപോലെ തന്നെ നമ്മൾ മുന്താണി 2 കോർണറും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മുന്താണി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഡിസൈൻസാണ്. ഇൻഡിവിജ്വൽ ഓരോ പെറ്റൽസ് നമ്മൾ സ്കാറ്റർ ചെയ്ത് റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അഴിച്ചിടുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇങ്ങനെ കുറച്ച് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 1 ലെയർ ഇടാനുള്ള രീതിയിലാണ്. അതാണ് മുന്താണിയുടെ 2 കോർണറിലും കൊടുത്തേക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഞെറിഞ്ഞൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് കുറച്ച് പാറ്റേൺസ് ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. അതേസമയത്ത് ചെസ്റ്റ് പോർഷനിൽ ഇതുവരെ വ്യൂ ഷേപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് അധികമായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ കൈ ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ലൈൻ പോലെയാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ അങ്ങനത്തെ വർക്ക് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റിൽ ഒരു ലൈനായിട്ട് നമ്മൾ കുറച്ച് വർക്ക് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കാണാൻ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ബോർഡറിലും ഇങ്ങനെ പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ പാറ്റേൺ ഇതുപോലെ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഫുൾ സാരിയിൽ ഇതുപോലെ തന്നെ പോവാണ്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. പക്ഷേ ബ്ലൗസിൻ്റെ സ്ലീവിൽ നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ബീഡ് വെച്ച് ഇങ്ങനത്തെ പാറ്റേൺസ് ഫുൾ സാരിയിലും ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ബാക്ക് സൈഡ് വരുന്നതാണ് ഇത് കാണുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. വളരെ നീറ്റായിട്ട് ബീഡ് വെച്ചേക്കുന്നതാണ് ഈ ത്രെഡ്. ബാക്കി ഈ സാറ്റിൻ സ്റ്റിച്ചിൻ്റെ. അപ്പോൾ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത്. ഫുൾ സാരിയുടെ ഇപ്പോൾ നമ്മളൊരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ ഈ ബീഡ്സ് ട്യൂബ്സ് ഉള്ളതുകൊണ്ട്, ഗോൾഡൻ ട്യൂബ്സ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ തിളങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കൂടുതലാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം.
ഇതിൻ്റെ റേറ്റ് 4649 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്ന് കണ്ട എല്ലാ സാരീസും ഡിസ്കൗണ്ട് സെയിലിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിക്ക് 5000+ ആണ് ഇതിൻ്റെ റേറ്റ്. നമ്മൾ ഡിസ്കൗണ്ട് സെയിലായതുകൊണ്ടാണ് 4649 റുപ്പീസിന് നമ്മൾ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഡിസ്കൗണ്ട് സെയിൽ മിസ്സായി പോവണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.